നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ആകെ കുഴഞ്ഞു മറിയുകയാണല്ലോ. പ്ലേ ഓഫിൽ ആരൊക്കെ എത്തും എന്നുള്ളത് ഉറപ്പാകാൻ ഇനിയും കാത്തിരിക്കണം. ജയത്തോട് ഒന്നാം സ്ഥാനത്തേക്ക് ഉയരാൻ വേണ്ടി പോയ GTക്ക് KKR പണി കൊടുത്തു. ഇതോടുകൂടി KKR ഇപ്പോഴും വിശ്വസിക്കുന്നു അവർക്ക് പ്ലേ ഓഫിലെത്താൻ കഴിയുമെന്ന്. 12 കളികളിൽ നിന്ന് 11 പോയിന്റോടുകൂടി അവരിപ്പോൾ 7ാം സ്ഥാനത്താണെങ്കിൽ GT 13 കളി 16 പോയിന്റോടെ രണ്ടാമതാണ്. ഇന്ന് ജയിച്ചിരുന്നെങ്കിൽ അവർക്ക് 1ാം സ്ഥാനത്തേക്ക് കടക്കാൻ കഴിഞ്ഞേനെ. എന്തും സംഭവിക്കാം IPL എന്ന് തന്നെ ഇപ്പോഴും പറയണം. എല്ലാം ഓപ്പണപ്പായി കിടപ്പാണ്. ഈ കളിയിൽ ശരിക്കും പറഞ്ഞാൽ വെടിക്കെട്ടാണ് നമ്മൾ കണ്ടത്. ഒരു ഭാഗത്ത് ഫിൻ അലനും രഘുവൻഷിയും കാമറൺ ഗ്രീനും ചേർന്നാണ് അടിച്ചു പറത്തിയതെങ്കിൽ മറുഭാഗത്ത് ഗില്ലും സായ് സുദർശനും ജോസ് ബട്ട്ലറും ഒക്കെ തിളങ്ങുകയുണ്ടായി. ആദ്യം ബാറ്റ് ചെയ്ത KKR നിശ്ചിത 20 ഓവറുകളിൽ 2 വിക്കറ്റിന് 247 റൺസാണ് അടിച്ചത്. അതിലേക്ക് ബാറ്റ് വീശിയ GT 20 ഓവറിൽ 4 വിക്കറ്റിന് 218 റൺസാണ് അടിച്ചത്. അതായത് 29 റൺസിന് അവർ പരാജയപ്പെട്ടു. GTയുടെ തുടരൻ വിജയങ്ങൾക്ക് ഇവിടെ അറുതിയാവുന്നു. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ KKRനായിട്ട് അജിങ്ക്യ രഹാനെയും ഫിൻ അലനും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് 5ാമത്തെ ഓവറിലാണ് പിരിഞ്ഞത്. പക്ഷേ 44 റൺസ് സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നു. എന്നാൽ രഹാനയ്ക്ക് അത്ര മികവ് കാണിക്കാൻ പറ്റിയില്ല. 14 പന്തിൽ നിന്ന് ഒരു 4ഉം ഒരു 6ഉം അടക്കം 14 റൺസ് എടുത്ത് അദ്ദേഹത്തെ മുഹമ്മദ് സിറാജ് ബൗൾഡാക്കി മടക്കി വിടുകയായിരുന്നു. രഘുവൻഷിയും അതുപോലെ അലനും ചേർന്നുകൊണ്ട് മുന്നോട്ട്. അലൻ്റെ വെടിക്കെട്ടായിരുന്നു. അദ്ദേഹം സെഞ്ചുറി അർഹിച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം സെഞ്ചുറിക്ക് 7 റൺസ് അകലെ സായ് കിഷോറിൻ്റെ പന്തിൽ റാഷിദ് ഖാൻ പിടിച്ച് മടങ്ങിയായിരുന്നു. വെറും 35 പന്തിൽ നിന്ന് 4 4ഉം 10 6ഉം അടക്കം 265.71 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം 93 റൺസ് അടിച്ചത്. രഘുവൻഷിയും കാമറൺ ഗ്രീനും ചേർന്നുകൊണ്ടാണ് KKRൻ്റെ ഇന്നിങ്സ് അവസാനിപ്പിക്കുന്നത്. 44 പന്തിൽ നിന്ന് 4 4ഉം 7 6ഉം അടക്കം 82 റൺസാണ് രഘുവൻഷി എടുത്ത് പുറത്താകുന്നത്. മറുഭാഗത്ത് കാമറൺ ഗ്രീൻ ആവട്ടെ 28 പന്തിൽ നിന്ന് 3 4ഉം 4 6ഉം അടക്കം 52 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. വിജയിക്കാൻ 248 റൺസ് വേണം. അതിലേക്ക് ബാറ്റ് വീശിയ GTക്ക് പക്ഷേ 218 റൺസിലേക്ക് എത്താനേ കഴിഞ്ഞുള്ളൂ. ആദ്യം അവർക്ക് നിശാന്ത് സിന്ധുവിനെയാണ് നഷ്ടപ്പെട്ട 1 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. ജോസ് ബട്ട്ലറും ഗില്ലും സായ് സുദർശനും ഒക്കെ അവരെ കൊണ്ടാവുന്ന പോലെ പൊരുതി. സായ് സുദർശൻ 28 പന്തുകളിൽ നിന്ന് 53 റൺസ് അടിച്ചു. അദ്ദേഹം ഒന്ന് റിട്ടയർഡായി പോയി, പിന്നെ മടങ്ങി വരികയായിരുന്നു. അതേസമയം ഗില്ല് 49 പന്തിൽ നിന്ന് 5 4ഉം 7 6ഉം അടക്കം 85 റൺസാണ് അടിച്ചത്. അതെടുത്ത് പറയേണ്ട ഒരു ഇന്നിങ്സാണ്. പക്ഷെ അദ്ദേഹം വീണപ്പോൾ അവരുടെ പ്രതീക്ഷകളും അവിടെ അവസാനിക്കുകയായിരുന്നു. ജോസ് ബട്ട്ലർ 35 പന്തിൽ നിന്ന് 5 4ഉം 2 6ഉം അടക്കം 57 റൺസ് അടിച്ചു. ഏതായാലും ഒടുവിൽ 20 ഓവറിൽ 4 വിക്കറ്റിന് 218 GTക്ക് കഴിഞ്ഞുള്ളൂ. സുനിൽ നാരായൺ 4 ഓവറിൽ 29 റൺസിന് 2 വിക്കറ്റ് എന്ന മികച്ച ബൗളിംഗ് പ്രകടനം നടത്തി. കാമറൺ ഗ്രീൻ 3 ഓവറിൽ 25 റൺസിന് 1 വിക്കറ്റ് നേടുകയും ചെയ്തു. ഏതായാലും സൂപ്പർ വിജയമാണിപ്പോൾ KKR നേടിയിരിക്കുന്നത്. ഗെയിം ഓൺ എന്ന് തന്നെ പറയണം. എന്തും സംഭവിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.